ഒരു ചിക്കൻ വെച്ചിട്ട് എന്തൊക്കെ വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കാം അല്ലേ. ഇന്ന് ഞാൻ ഒരു റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പച്ചമണം മാറി ഒന്ന് വാടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടും ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരമുറി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയം ആവുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മാത്രമാണ് ഇട്ടിടുന്നത്. അതുപോലെ മുളക് പൊടിയും വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. മക്കൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എല്ലില്ലാത്ത കഷ്ണമായാലും എല്ലുള്ള കഷ്ണമായാലും ഏത് പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂണ് കണ്ടില്ലേ, ആ ഒരു സ്പൂണിൽ 3 സ്പൂണ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് മനസ്സിലായല്ലോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന സമയം അതൊന്നുകൂടിയും ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അടച്ച് വെക്കുക, ഇളക്കി കൊടുക്കുക, അടച്ച് വെക്കുക, ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് ഈ ഒരു പരിവായി വരണം കേട്ടോ. ഒരു നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ഒക്കെ ഒരു പരിവല്ലേ, അതല്ല. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഇതേപോലെയൊക്കെ ഒരു നിറമായി വരുന്ന സമയത്ത് നമ്മൾ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിക്കൻ വെന്തോന്ന് പ്രത്യേകം നോക്കണേ. വെന്തിട്ടില്ലെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.